ഗായ്സ്, ഒരുത്തിന്റെ ഒറ്റ മൈൻഡ് കാരണം ഒരു അന്തവും കുന്തല്ലാതെ ഇറങ്ങി തിരിച്ച ഡേ ആയിരുന്നു ഇന്ന്. നെട്ടയിൽ ഫുഡ് അടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് അവസാനം ചെന്നത് വെള്ളായണി കായലിലാണ്. ബൈ ദ ബൈ, ഒറ്റ മൈൻഡുകാരൻ എൻ്റെ ഇളയ ചേട്ടൻ മനു ആൻഡ് ദിസ് ഈസ് എൻ്റെ ചേച്ചിയുടെ മോള് വാവച്ചി. അങ്ങനെ നമ്മൾ 4 പേരും കൂടിയാണ് പോയത്. നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. മാപ്പ് നോമിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോയ വഴി കൂടെ തന്നെ രണ്ടാമതും പോവേണ്ടി വന്നു. അല്ലെങ്കിലും ഞാൻ ഈ ലൊക്കേഷനൊക്കെ നോക്കാൻ എക്സ്പേർട്ടാണ്. കുറെ കറങ്ങി തിരിഞ്ഞിട്ടായാലും നമ്മൾ നെട്ടയിലെത്തി. നെട്ടയിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാൻ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഒറ്റ മൈൻഡ് കാരണം അതൊന്നും ആയിരുന്നില്ല പ്ലാൻ. അവന്റെ ലിസ്റ്റ് ഓഫ് ഹോബീസിൽ ഒന്നാണ് മീൻ പിടുത്തം. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ, അവൻ മീൻ പിടിക്കാനാണ് വന്നത്. അവന് മീൻ പിടിക്കാനുള്ള എല്ലാം കിടത്തപ്പം വീട്ടിൽ നിന്ന് എടുത്തോണ്ടാണ് കേട്ടോ അവൻ വന്നത്. ഗൈസ്, ഇതാണ് നെട്ട. ഇവൻ ഇതിന്റെ ഏത് ഭാഗത്തിരുന്ന് മീൻ പിടിക്കുന്ന വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അവിടെയുള്ള നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങാന്ന് കരുതിയപ്പോൾ അവരാരും സംഭവിച്ചില്ല. പിന്നെ നമ്മൾ കരുതി ഫുഡ് കഴിച്ച് സമാധാനിക്കാന്ന്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയ വഴിയെല്ലാം തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ കായലിന്റെ സൈഡിലുള്ള ഒരു കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അത്യാവശ്യം തിരക്കുള്ള ഒരു കടയായിരുന്നു. നമ്മളെല്ലാവരും ഊണാണ് കേട്ടോ കഴിക്കാനായിട്ട് വാങ്ങിയത്. കുറെ കൂട്ടാൻസ് ഒക്കെ ഉള്ള ഒരു വലിയ ഊണ്. അവരുടെ മീൻ ഫ്രൈ ആണ് അവിടുത്തെ സ്പെഷ്യൽ. അതും കായലിൽ നിന്ന് പിടിക്കുന്നത്. അത് ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ബഡ്ജറ്റും ആ മീൻ ഫ്രൈയുടെ ബഡ്ജറ്റും അത്ര ഒത്തുപോകാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്യാനൊന്നും നിന്നില്ല. ഫുഡ് അടിയെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിടാന്ന് കരുതി നിന്നപ്പോഴാണ് മീൻ പിടിക്കാനുള്ള കിടതാപ്പുകൾ കൊണ്ടുവന്നിട്ടൊന്നും മീൻ പിടിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പൊ പിന്നെ ഒറ്റ മൈൻഡുകാരന്റെ മൈൻഡിലൊന്നും ഒറ്റ ബുദ്ധിയായിരുന്നു വെള്ളയാണി കായലിൽ പോവാന്ന്. ഗൈസ്, അപ്പോൾ വെള്ളയാണിയിലുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ബൈ.